ഇനി ബെറ്റർ ലൈഫ് സ്പെഷ്യൽ. ബെറ്റർ ലൈഫിൽ ഇന്ന് മനുഷ്യനെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ മനുഷ്യ ശരീരത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായി നമ്മുടെ കണ്ണിനെ ഒന്ന് പരിചയപ്പെടാം. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണ്. കണ്ണിൻ്റെ വെയ്റ്റ് ഏകദേശം 30 ഗ്രാമാണുള്ളത്. മനുഷ്യൻ്റെ ചെവി, മൂക്ക് എന്നിവ മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് വളരെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്നാൽ കണ്ണാണെങ്കിലോ മനുഷ്യൻ ജനിക്കുന്ന കാലം മുതൽ മരിക്കുന്നത് വരെ ഒരേ വലിപ്പത്തിൽ തന്നെ ഇരിക്കും. കോർണിയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് വളരെയേറെ അത്യാവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ടായിരിക്കാം കോർണിയ എന്ന ഒരു ഓർഗന് മാത്രമേ ഉള്ളൂ മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് സപ്ലൈ ഡയറക്റ്റ് ഇല്ലാത്തതും ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതുമായ ഒരു അവയവമാണ്. ആ കോർണിയയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായാൽ തന്നെ ബ്ലൈൻഡ്നെസ് വരെ സംഭവിക്കാം. അതുകൊണ്ടാകാം എപ്പോഴും കണ്ണ് ചിമ്മുന്നത് കോർണിയയിൽ ഒരു ഇഞ്ചുറിയും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. കണ്ണിൻ്റെ 1/6 ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കി എല്ലാ ഭാഗവും പുറകിലാണ്. കണ്ണിൻ്റെ ഏറ്റവും ബാക്കിൽ റെറ്റിന എന്ന് പറഞ്ഞ ഒരു സ്ക്രീനുണ്ട്. അത് നമ്മുടെ ക്യാമറ പോലെ തന്നെ ഉള്ളൊരു സ്ക്രീനാണ്. പക്ഷേ ഒരു വ്യത്യാസം, ഈ റെറ്റിനയിൽ പതിക്കുന്ന എല്ലാ ഇമേജുകളെയും നമ്മുടെ ബ്രെയിനുമായി ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് കാരണം നമുക്ക് അപ്രീസിയേറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ണുനീരിനെ കുറിച്ചൊന്ന് നോക്കാം. ഒരു കുട്ടി ജനിച്ചാൽ 6 ആഴ്ച വരെ കണ്ണുനീരുണ്ടാകത്തില്ല. കുട്ടി കരഞ്ഞാൽ ഒട്ടും കണ്ണുനീര് വരത്തില്ല. അതേപോലെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കളർ ബ്ലൈൻഡ്, കളറുകളൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ അറിയാത്ത പരുവത്തിലാണ് ജനിക്കുന്നത്. ഒരാൾ പ്രായമാകുമ്പോൾ 60 വയസ്സ് കഴിയും തോറും കണ്ണിലുള്ള കണ്ണുനീരിൻ്റെ അളവ് കുറേശ്ശെ കുറഞ്ഞു വരികയും ചെയ്യും. നമുക്ക് മൂക്കിനെ ഒന്ന് പരിചയപ്പെടാം. മൂക്കിൻ്റെ പ്രധാനമായ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ ഇൻഹേൽ ചെയ്യുക, അതേപോലെ സ്മെല്ലുകളെ അപ്രീസിയേറ്റ് ചെയ്യുക. ഈ 2 ജോലികളാണ് പ്രധാനമായിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ അല്ലെങ്കിൽ എയറിൽ എപ്പോഴും ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ കാണും. അത് മൂക്കിൽ ഫിൽറ്റർ ചെയ്ത് എയറിനെ മാത്രമാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അതിന് കുറേ സീലിയ എന്ന് പറഞ്ഞ ചെറിയ ഫിൽറ്ററിങ് യൂണിറ്റുകൾ മൂക്കിലുണ്ട്. ഏകദേശം 6 ലിറ്റർ എയറാണ് 1 മിനിറ്റിൽ ഇൻഹേൽ ചെയ്യുന്നത്. പല ആൾക്കാരും തുമ്മലിനെക്കുറിച്ച് വളരെയേറെ പറയാറുണ്ട്. എന്താണ് ഇതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ്? മനുഷ്യൻ ഒന്ന് തുമ്മുക എന്ന് പറഞ്ഞത് വളരെ ഒരു സ്പീഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏകദേശം 160 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാവുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇൻക്ലൂഡിങ് ഹാർട്ട് നിന്നുപോകും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പവർ കൊണ്ട് മനുഷ്യന് പലതരം ഇഞ്ചുറികൾ ഉണ്ടാകാം. ഒന്ന്, നെക്കിലുള്ള രക്തക്കുഴലുകൾ വേണേൽ പൊട്ടിപ്പോവാം, ബ്രെയിനിലുള്ള രക്തക്കുഴൽ പൊട്ടിപ്പോവാം, റിബ്സുകൾക്കൊക്കെ ഫ്രാക്ചർ സംഭവിക്കാം. ആർക്കെങ്കിലും കണ്ണ് തുറന്നുകൊണ്ട് തുമ്മാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. തുമ്മലിൻ്റെ സ്പീഡ് കൊണ്ട് പലപ്പോഴും കണ്ണ് തന്നെ പുറകിലും മുമ്പോട്ട് തള്ളി വരാവുന്നതാണ്. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലുള്ള ചുറ്റിനുള്ള മസിൽസുകൾ കണ്ണ് അടയ്ക്കുന്നത്. ഇതിനായി പല്ലൊന്ന് നോക്കുക. മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരു മുറിവുണ്ടായാൽ കൂട്ടി യോജിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഉദാഹരണത്തിൽ എല്ലുകൾ, കയ്യിലെ കാലിലെ എല്ലുകളോ ഏത് തരം മുറിവുകളോ ഉണ്ടായാലും ജോയിൻ ചെയ്യും. പക്ഷേ പല്ല് എന്ന് പറഞ്ഞത് ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഒടിവുണ്ടായാൽ അത് സ്വന്തമായി റിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഓർഗനാണ് പല്ല്. പക്ഷേ പല്ലിൻ്റെ കട്ടിയോ അതൊരു പാറയുടെ കട്ടി എന്നാണ് പറയപ്പെടുന്ന, റോക്കിൻ്റെ കട്ടി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ് ഇനാമിൽ, പല്ലിന് മുമ്പിലുള്ള ഇനാമിൽ എന്ന് പറയുന്നത്. പക്ഷെ പല്ല് എന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേകത, ഏത് കത്തിയാണെങ്കിലും മൂർച്ച വെക്കേണ്ടി വരും. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇത് ഒരേ പവറിൽ, ഒരേ മൂർച്ചയിൽ മരിക്കുന്നിടം വരെ നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റാണ് പല്ല്. നമ്മുടെ ടങ്ങിനെ ഒന്ന് നോക്കാം. ടങ്ങിന് എല്ലാ ആൾക്കാർക്കും ടങ് ഡിഫറൻ്റാണ്. അതിന് ഇൻഡിവിജ്വലായിട്ട് ടങ് പ്രിൻ്റ് ഉണ്ട്. നമ്മുടെ നാക്കിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യരിൽ ഏറ്റവും ഫ്ലെക്സിബിളായിട്ടുള്ളത് ഒരു അവയവമാണ്. മനുഷ്യൻ്റെ ഒരു സ്ഥലത്ത് മാത്രമേ ആ മസിലിന് അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. മനുഷ്യൻ്റെ ടങ്ങിൽ ഏകദേശം 10,000-ഓളം ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ പുതിയ ടേസ്റ്റ് ബഡ് വന്നുകൊണ്ടിരിക്കും.
പ്രായമാകുമ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ ഈ ടേസ്റ്റ് ബഡുകളുടെ അളവ് കുറഞ്ഞു വരും. അതുകൊണ്ടായിരിക്കാം പ്രായമാകുമ്പോൾ പല ആൾക്കാർക്കും ഈവൻ ഐസ്ക്രീമോ ചോക്ലേറ്റ്സിനോ ഒന്നും താല്പര്യം കുറവ്. ടേസ്റ്റ് അപ്രീസിയേറ്റ് ചെയ്യാനുള്ള ടേസ്റ്റ് ബഡ്സ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്നവരിലും ഈ ടേസ്റ്റ് ബഡ് നഷ്ടപ്പെടും. കഴിക്കുന്ന ആഹാരത്തിന് ഒരു ടേസ്റ്റും കാണാത്തത് അതുകൊണ്ടാണ്. ബെറ്റർ ലൈഫിൽ മനുഷ്യ ശരീരത്തിൻ്റെ പുതിയ വിശേഷവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.